നമ്മുടെ ബോഡിക്ക് ബഫർ സിസ്റ്റം ഉണ്ട്. ബഫർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാനമായ രണ്ട് ഓർഗൻസ് എന്ന് പറയുന്നത് ലെൻസും കിഡ്നിയും. ലെൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ലെൻസിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം അതിൻ്റെ കുറവ് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം അതിൻ്റെ കുറവ് ലെൻസുമാണ് സാധാരണ ബഫർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത്. ഇനി രണ്ടും, അതായത് നമുക്ക് ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടായെന്ന് വെച്ചു, അപ്പം നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞ്, ബി പി കുറഞ്ഞ്, ഹൈപ്പോ ടെൻഷനായി, ബി പി എല്ലാം കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? ബഫർ സിസ്റ്റവും രണ്ടും ഫെയിൽ ആവും. എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ സപ്ലൈ ആവശ്യത്തിന് ഹാർട്ടിന് ലെൻസിലേക്ക് സപ്ലൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഒപ്പം ലെൻസിലേക്കുള്ള സർക്കുലേഷനും കുറയും. അപ്പോൾ റീനൽ ഫെയിലിയറും റെസ്പിറേറ്ററി ഫെയിലിയറും ജോയിൻ്റ് ആയിട്ട് വരുമ്പോൾ ബഫർ സിസ്റ്റം കംപ്ലീറ്റ്ലി ഫെയിൽ ആയിപ്പോൾ ഹാർട്ട് ഫെയിലിയറിന്. അല്ലാത്ത സമയത്ത് എപ്പോഴും ഇത് മാനേജ് ചെയ്യുന്നത് ബഫർ സിസ്റ്റം. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. അതായത് ലെൻസിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി. അപ്പോൾ ലെൻസിലൂടെ എന്താണ് സാധാരണ പുറത്തേക്ക് തള്ളുന്നത്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ആവശ്യത്തിന് പുറത്തേക്ക് തള്ളാൻ പറ്റാത്ത അവസ്ഥ ലെൻസിന് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്ലഡിൽ ഇൻക്രീസ് ആവും. അപ്പോൾ ബ്ലഡിൽ ഇൻക്രീസ് ആവുന്നത് എങ്ങനെയാണ്? ബ്ലഡിലുള്ള വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡും കൂടി ജോയിൻ ചെയ്ത് കാർബോണിക് ആസിഡ് ഉണ്ടാവും. അപ്പോൾ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് H2CO3 എന്നാണ്. H2CO3 ആണ് നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം H2CO3 എന്ന് പറയുന്നത് ലെൻസിന്റെ ഫെയിലിയർ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ലെൻസിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ട് ലെൻസ് എന്ത് ചെയ്യും? അത് കിഡ്നിയിലേക്ക് തള്ളും. ഹാർട്ടിലൂടെ കിഡ്നിയിലേക്ക്, ഹാർട്ടിന്റെ പമ്പിങ്ങിനനുസരിച്ച് കിഡ്നിയിലെത്തും. അപ്പം കിഡ്നിയിലെത്തുമ്പം കാർബോണിക് ആസിഡാണ് കിഡ്നിയിൽ എത്തിയിരിക്കുന്നത്. അപ്പം അതല്ലേ എന്ത് ചെയ്യും? അതിനെ ഈ എച്ച് എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തെ, അതാണ് അതിൻ്റെ ആസിഡ് എന്ന് പറയുന്നത്. ആ ഹൈഡ്രജൻ ആറ്റത്തെ യൂറിനിലൂടെ കിഡ്നി പുറന്തള്ളും. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ ഈ HCO3 നിന്ന് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്തവിടെ ശേഷിക്കും? HCO3 റിമൈൻ ചെയ്യും. അപ്പം HCO3 എന്ന് പറയുന്നത് ബൈകാർബാണ്. അതായത് കാർബോണിക് ആസിഡിലെ ആസിഡിനെ എടുത്ത് മാറ്റിയിട്ട് അതിനെ ബൈകാർബാക്കി കിഡ്നി മാറ്റും. അപ്പം എന്ത് ചെയ്യും? ആസിഡിന്റെ അളവുണ്ടായിരുന്നതെല്ലാം കിഡ്നിയിലൂടെ, യൂറിനിലൂടെ പുറത്തേക്കും പോകും. ബാലൻസ് ഉണ്ടായിരുന്ന ബൈകാർബ് ബോഡിയിൽ സ്റ്റോർ ആവുകയും ചെയ്യും. ബൈകാർബ് എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലിയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആസിഡിനെ ഈ ബൈകാർബിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ന്യൂട്രലൈസ് ചെയ്തു പോകും. പിടികിട്ടിയോ? ഇതാണ് ലെൻസ് ബഫർ സിസ്റ്റത്തിലെ ലെൻസിനെ കിഡ്നി സഹായിക്കുന്നത്. ഇനി കിഡ്നിയിൽ ഒരു ഡിസീസ് ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് കിഡ്നിക്ക് ആവശ്യത്തിന് യൂറിൻ ഫിൽട്ടർ ചെയ്ത് ആസിഡിനെ ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴും ബോഡിയിൽ ഈ കാർബോണിക് ആസിഡ് തന്നെയാണ് കൂടുന്നത്. ഈ സെപ്പറേറ്റ് ചെയ്ത് ബോഡിയിൽ വീണ്ടും സർക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം നേരെ ലെൻസിലേക്ക് ഇത് വരും. കാർബൺ ഡൈ ഓക്സൈഡ്, അമിതമായിട്ടുള്ള ബ്ലഡ്. അപ്പം എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാനായിട്ട്, അതായത് CO2 ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. CO2നെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ലെൻസ് ശക്തമായിട്ട് നമ്മളെ കൊണ്ട് ബ്രീത്തിങ് എടുപ്പിക്കും. അതിന് കുസ്മൽ ബ്രീത്തിങ് ആണ് പറയുന്നത്. കാരണം കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാനായിട്ട്. അപ്പം ലെൻസിലേക്ക് വരുന്നു. ലെൻസ് ഈ HCO3യിൽ നിന്ന് CO2നെ പുറത്തേക്ക് തള്ളുന്നു. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളുന്നു. അപ്പം ബാക്കി എവിടെ ഉണ്ട്? H2O ബാലൻസ് വരുന്നത്. ആ H2O എന്ന് പറയുന്നത് വാട്ടറാണ്. ആ വാട്ടറിനെ വീണ്ടും ലെൻസിലൂടെ, കിഡ്നിയിലൂടെ ഫിൽട്ടർ ചെയ്യും. കിഡ്നിയിലൂടെ പോകാതെ ഇരുന്ന ആസിഡിനെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് പുറത്തേക്ക് തള്ളി. പിടികിട്ടിയോ? ഇങ്ങനെയാണ് ഈ ബഫർ സിസ്റ്റം ബോഡീനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കിഡ്നിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ലെൻസും ഏറ്റെടുക്കും. ലെൻസിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കിഡ്നിയും ഏറ്റെടുക്കും. ഇങ്ങനെയാണ് ആസിഡ് ബേസ് ബാലൻസ് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് മെറ്റാബോളിക് അസിഡോസിസ്, ആൽക്കലോസിസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അതിൽ പി എച്ചിൻ്റെ വേരിയേഷൻ ഉണ്ടാകുമ്പം അത് ബോഡി തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ കൺട്രോൾ ചെയ്യുന്ന ബോഡിയുടെ മെക്കാനിസം ഇങ്ങനെയാണ്. ഇതാണ് ബഫർ സിസ്റ്റം. താങ്ക് യു.